നമസ്കാരം. പെൻഡ ഡെയിലി മാർക്കറ്റ് സമ്മറി റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ദിവസത്തെ പോസിറ്റീവ് ക്ലോസിങ്ങിന് ശേഷം നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 25,327 96 പോയിൻറ്റിൻ്റെ നഷ്ടമാണ് ഉണ്ടായത്. സെൻസെക്സ് 82,626 ക്ലോസ് ചെയ്തത്. 387 പോയിൻ്റാണ് സെൻസെക്സിന് നഷ്ടമായത്. ബാങ്ക് നിഫ്റ്റി 55,458 ക്ലോസ് ചെയ്തു. 268 പോയിൻ്റ് നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. PSU ബാങ്ക്സ്, മെറ്റൽ, ഫാർമ എന്നിവ പോസിറ്റീവ് ക്ലോസ് ചെയ്തപ്പോൾ IT, FMCG, പ്രൈവറ്റ് ബാങ്കുകൾ എന്നിവ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ചെറിയൊരു പോസിറ്റീവിലാണെന്ന് ക്ലോസ് ചെയ്തത്. ഹിഡൻബർഗ് ആരോപണങ്ങളിൽ നിന്ന് അദാനിയെ സെബി മുക്തമാക്കിയിട്ടുണ്ട്. ആരോപണങ്ങളിലൊന്നും കഴമ്പില്ല എന്നാണ് സെബി കണ്ടെത്തിയേക്കുന്നത്. അതുപോലെ തന്നെ ചാംബാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യക്കായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് അതിന് ചില ഉപരോധത്തിൽ ഇളവ് അമേരിക്ക നൽകിയിട്ടുണ്ട്. അത് സെപ്റ്റംബർ 29 മുതൽ അത് ഇനി ലഭ്യമല്ല എന്നാണ് പറയുന്നത്. ഇറാനുമായിട്ട് വ്യാപാര രീതിയിലോ അല്ലെങ്കിൽ സാമ്പത്തിക രീതിയിലോ എന്തെങ്കിലും സഹായം ചെയ്യുന്നവരെല്ലാം ഉപരോധം ഏർപ്പെടുത്തും എന്ന രീതിയിലാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അഡീഷണൽ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫിന് നവംബറോടുകൂടി അത് അവസാനിക്കും എന്ന രീതിയിൽ സർക്കാരിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഡയറക്റ്റ് ടാക്സ് ഏതാണ്ട് 9% വർധനയുണ്ട്. 10.82 ലക്ഷം കോടി രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ UAE ക്രൂഡ് ഓയിൽ ഒഴികെയുള്ള വ്യാപാരം ഏതാണ്ട് $100 ബില്യൺ വരും എന്ന രീതിയിലൊരു അനൗൺസ്മെൻ്റ് ഉണ്ട്. അത് വരുന്ന 3-4 മാസത്തിനുള്ളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി US മാർക്കറ്റുകളിലെ ഇൻഡെക്സുകളെല്ലാം ഓൾ ടൈം ഹൈ ലെവലുകളിലാണ് ക്ലോസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഫെഡ് കഴിഞ്ഞ ദിവസം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തിരുന്നു. ഈ വർഷം 2 പ്രാവശ്യമായിട്ട് ഇനിയും കട്ട് ചെയ്യുമെന്നുള്ള തരത്തിലുള്ള സൂചനയുണ്ട്. അത് പൊതുവേ എല്ലാ ഇൻഡസ്ട്രികൾക്കും അവിടെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ജോബ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വന്ന ഡേറ്റ 4 വർഷത്തെ ഏറ്റവും ലോ ഡേറ്റയാണ്. അതായത് ജോബ്ലെസ് ക്ലെയിം ചെയ്തിരിക്കുന്ന 4 വർഷത്തെ ഏറ്റവും ലോവസ്റ്റ് ഡേറ്റയാണ്. ഇതും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. ഇന്ന് ജപ്പാനിൽ നിന്ന് വന്ന ഡേറ്റ ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും അതുപോലെ തന്നെ ജപ്പാനിലെ പണപ്പെരുപ്പത്തിൻ്റെ വാർത്തയുമായിരുന്നു. ജപ്പാനിൽ പണപ്പെരുപ്പം കുറഞ്ഞ 10 മാസത്തെ താഴ്ന്ന നിലയിൽ കുറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ അൺചേഞ്ച്ഡ് ആയിട്ടുണ്ട്. ETF-ഉം റേറ്റ്സിലും ഉള്ള ഹോൾഡിംഗ് കുറയ്ക്കാൻ ജപ്പാൻ സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയുമുണ്ട്. ഏഷ്യൻ മാർക്കറ്റ് മിക്സഡായിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഹൈയിലാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ പോസിറ്റീവിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിക്കുന്നു. താങ്ക് യു.